ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾ ഒരു വാർത്ത രാവിലെ സംപ്രേഷണം ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ കണ്ടതാണ്. ഞാൻ ചെറുതായിട്ടൊന്നും ഞെട്ടി, എങ്കിലും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇതുപോലത്തെ വാർത്തകൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. TCS എന്ന് പറയുന്ന കമ്പനി, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അവർ സൈക്കോളജിസ്റ്റുകളുടെയും ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളുടെയും സേവനം തേടിയിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സീനിയർ ആയിട്ടുള്ള ആളുകളെ, സീനിയർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവുകളെ, അതായത് IT പ്രൊഫഷണലുകളെ, മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കരുതിയോ അവർക്ക് ചികിത്സ പെട്ടെന്ന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് TCS ക്യാമ്പസുകളിൽ അവർ ഈ സർവീസ് ലഭ്യമാക്കുന്നത്രേ. അതിൻ്റെ കാരണം എന്താണെന്നോ, ഏകദേശം 60,000-ഓളം പേരെയാണ് TCS പിരിച്ചുവിടുന്നത്, ലേ ഓഫ്. കാരണം എന്താ? ഒന്ന്, അമേരിക്കയിലെ പ്രശ്നം. രണ്ട്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിപ്രസരം. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വലിയ എക്സിക്യൂട്ടീവുകളുടെ ഒന്നും ആവശ്യം ഇല്ല, അല്ലെങ്കിൽ ഹൈ പേയിങ് സാലറി ജോബുകളൊക്കെ കട്ട് ചെയ്ത് കുറയ്ക്കുന്നു. അത് കാരണം പലരുടെയും ജോലി നഷ്ടപ്പെടുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും പണി പോകുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്ക് എൻ്റെ അപ്പാർട്ട്മെന്റിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ, ഹൈദരാബാദിൽ 2 പേരുടെ ജോലി പോയി. ഇതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഈ ഭീതി ഉണ്ടാക്കുന്ന വാർത്ത ഇന്ന് ന്യൂസ് ചാനലുകാർ കാണിച്ചിരിക്കുന്നു. TCS സൈക്കോളജിസ്റ്റുകളെയും ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളെയും അവരുടെ ക്യാമ്പസുകളിൽ അപ്പോയിന്റ് ചെയ്യുന്നു. ടെമ്പററി സർവീസ്. ഈ പിരിച്ചുവിടാൻ പോകുന്ന, ഈ പിരിച്ചുവിടൽ വിധിക്കപ്പെട്ട ഈ ഹതഭാഗ്യന്മാർക്കൊക്കെ അവരുടെ ബ്ലഡ് ശരിക്കും ഓടുന്നുണ്ടോ, അവർക്ക് ECG എടുത്തിട്ട് എല്ലാം പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. എന്നാൽ പിന്നെ TCS നിങ്ങൾക്കൊരു കാര്യം കൂടി ചെയ്യാറുണ്ടല്ലോ, കുറച്ച് സൈനൈഡും കുറച്ച് പരാമറും പിന്നെ തൂങ്ങിച്ചാകാനായിട്ടൊരു കയറും ഇതൊക്കെ അവിടെ ഒരു ഡിസ്പ്ലേ ആയിട്ടും കൂടി ഒന്ന് വെക്കാൻ പറ്റില്ലായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, TCS ഇങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് TCSന്റെ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഏതോ എംപ്ലോയീസ് യൂണിയൻകാരൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇനി ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ കാണുന്നത് എന്താണ്? TV ന്യൂസ്. ഈ TV ന്യൂസിനകത്ത് ഇന്ന് കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. 2020 നടന്നൊരു കാര്യം ഞാൻ ഓർക്കുന്നു. 2021 കിട്ടും. ഇത് കോവിഡിന്റെ 1ാം വേവും 2ാം വേവും. ഈ സമയത്ത് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഫ്രണ്ട് പേജ് ന്യൂസ് ഉണ്ടായിരുന്നു. എന്താണ്? ഡൽഹിയിലും ബോംബെയിലും ഒക്കെ വലിയ വലിയ കോവിഡ് പിടിച്ച് ചാകുന്നവരെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൺ കണക്കിന് അല്ലെങ്കിൽ ലോറി കണക്കിന് വിറക് കൊണ്ടുവന്ന് അടുക്കിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തീ കത്തിക്കുന്നു, 100 കണക്കിന് ആൾക്കാരെ ഒന്നിച്ച് കത്തിക്കുന്നു. കോവിഡ് പിടിച്ചവരെ അവരുടെ ശവം എടുത്ത് എറിയുന്നു. ഇതിൻ്റെ എല്ലാം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു ഈ ചാനലുകളൊക്കെ. ഇതൊക്കെ വളരെ ആകാംക്ഷയോടെ കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇതൊക്കെ കണ്ട് പേടിച്ച് തന്നെ ചത്തുപോയി. അതായത് കോവിഡ് തുടങ്ങുമ്പോഴേ അയ്യോ എൻ്റെ അവസ്ഥ ഇതാകുമല്ലോ എന്നോർത്ത് തന്നെ 2ാം ദിവസം 3ാം ദിവസമൊക്കെ ചത്തുപോയവരെ എനിക്കറിയാം. എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമല്ലേ ഇപ്പോഴും നടക്കുന്ന ഈ ചാനലുകാർ കാണിക്കുന്നത്, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുകൊണ്ട് ഈ ലേ ഓഫ് ചെയ്യപ്പെട്ടവർ, അതായത് ജോലി പോയവരല്ല കൂടുതലും ടെൻഷനിലാകാൻ പോകുന്നത്. ഇനി ഇപ്പോഴും ജോലി ചെയ്യുന്നവർ, എൻ്റെ ജോലി എപ്പോൾ പോകും, ഈ ജോലി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ആ ആൾക്കാരുടെ ഇടയ്ക്കിട്ട് അവരുടെ ഫാമിലിയിലേക്ക് ടെൻഷൻ കയറ്റാൻ വേണ്ടിയിട്ടല്ലേ ഈ ന്യൂസ് ഇട്ടിരിക്കുന്നത്. ഇതൊരു മഹാഭാവമല്ലേ ചെയ്യുന്നത്? സമാധാനമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുടുംബം തകർക്കുക, അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ന്യൂസ് ഇടുക, ഫ്ലാഷ് ചെയ്യുക, എൻ്റെ ചാനലിലാണ് ഇത് ആദ്യം വന്നതെന്ന് പറയുക. TCS സൈക്കോളജിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്തു, TCS ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്തു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവൻ ഡോക്ടറെ അടുത്ത് പൊക്കോളും, അല്ലെങ്കിൽ ആ കമ്പനിക്കാർ അവന് സർവീസ് കൊടുക്കും. അതിന് തനിക്കെന്നോടോ? ഞാൻ ചാനലുകാരോടെ ചോദിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആൾക്കാരിൽ ഭീതി ഉണ്ടാക്കുക, എന്നിട്ട് ഇതൊരുമാതിരി ഹൊറർ സിനിമ പിടിച്ചിരുത്തി കാണിക്കുന്ന പോലെയല്ലേ, പേടിക്കണ്ട മോനെ പിശാചാന്ന് പറയുന്ന പോലെയല്ലേ. എന്നിട്ട് സഹതാപത്തിന് വേണ്ടിയാണ് എന്നൊരു വിവക്ഷയും കാണിക്കുന്ന മഹാഭാവമല്ലേ. കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്, അവർക്ക് എല്ലാ മാസവും 1ാം തീയതി അല്ല 2ാം തീയതി ശമ്പളം കിട്ടും. അവരതൊക്കെ കൊണ്ട് ലൈഫ് ആസ്വദിച്ച് വരികയാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട്. അല്ലെ പുതുതായിട്ട് ജോലി കയറുന്നവർക്കൊക്കെ 40,000 50,000 ഒക്കെ തുടങ്ങും. ഇഷ്ടം പോലെ ലാവിഷായിട്ട് അടിച്ചു പൊളിക്കാൻ കാശുണ്ട്.
അതുകൊണ്ട് അവർക്ക് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അവർക്കെങ്കിലും ജീവിക്കാം. അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ടെൻഷനും ഇല്ല. അവർ ഒരു കടയിൽ പോകാൻ താല്പര്യപ്പെടാത്തവരാണ്. അവരെല്ലാം ഓൺലൈൻ വാങ്ങിക്കുന്നവരാണ്. വർക്ക് ഫ്രം ഹോംകാരൊക്കെ രാത്രിയിലാണല്ലോ കൂടുതലും ജോലി ചെയ്യുന്നത്. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ആമസോണും സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഭക്ഷണപ്പൊതികളുമായിട്ട് വരുന്നു. അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല. അല്ലല്ലാത്തൊരു ജീവിതമാണ്. ഇവരെ ഇങ്ങനെ ആക്കി കളഞ്ഞതാരാണ്? ഈ കമ്പ്യൂട്ടർ കമ്പനിക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും ഇതുപോലൊരു വാർത്ത ഫ്ലാഷിംഗ് ന്യൂസായിട്ട്, ബ്രേക്കിംഗ് ന്യൂസായിട്ട് ചാനലുകാർ സംപ്രേഷണം ചെയ്തെങ്കിൽ അത് മഹാഭാവം തന്നെയാണ്. ഇവരെ ശരിക്കും ശിക്ഷിക്കേണ്ടതാണ്. ഇത്രയൊന്നും മീഡിയ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. ഗവൺമെൻറ് ഇതൊക്കെ നോക്കി നടത്തേണ്ട കാര്യമാണ്. ഇതുപോലുള്ള വാർത്തകളൊന്നും കാണിക്കാതിരിക്കുക, സംപ്രേഷണം ചെയ്യിക്കാതിരിക്കുക. ചെയ്തു കഴിഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് പെനാൽറ്റി അടിക്കുക എന്നിട്ടൊക്കെ കുറെ കോടികൾ അങ്ങോട്ട് അടിച്ചു കൊടുത്ത് അപ്പോഴവന്മാരൊക്കെ ഒതുങ്ങും. ഇതൊരു അനാവശ്യ ന്യൂസാണ്. Developments around the TCS layoffs. What we found out from officials of Unite, which is a union of IT and ITES employees, is that the layoffs have impacted at least 60,000 people across the country. Unite has leveled very serious allegations against TCS, alleging that down south in Tamil Nadu and Andhra Pradesh, there are centers of the company where employees are being called and being given information about their termination, where the company has kept ready physicians and he or she can be taken care of. Even psychiatrists are there. We are learning. These are serious allegations leveled by Unite, and TCS has now issued a statement to us in connection with the same, denying these allegations as misleading. TCS has told us that the layoffs are impacting only 2% of its workforce, as they have declared earlier, and not what the officials of Unite or other trade unions are suggesting. So clearly there are two sides of stories, but the trade unions have said that they're going to continue to help the employees that are being laid off by TCS. And they've also told us that not only these layoffs are happening down south, but also in the western part of the country, in Mumbai, Pune. Pune is one city where layoffs have happened at a major scale, and now the layoffs have reached Delhi NCR as well. Unite officials say that the layoffs in Stay Delhi with us, Shikha. NCR In fact, the US Senate Judiciary Committee has questioned TCS CEO Kriti Vasan on mass layoffs. NewsX has accessed 9 questions raised to the CEO. Time till the 10th of October has been given to answer the below questions. Of course, the number one is, why is TCS hiring foreign tech workers when hundreds of thousands of American tech workers have been laid off over the past few years, is one of those questions. Shikha, of course, there is grilling happening from the American side as well towards TCS. Yes, absolutely. The impact is not only limited to India. We are learning that the US Judiciary Committee, its chairman and a ranking member, have shot off 9 questions to the CEO of Infosys, where they have also underlined that they're concerned about the layoffs also happening abroad. These 9 questions include: why is TCS hiring foreign tech workers when hundreds of thousands of American tech workers have been laid off over the past few years? Plus, what the ranking member and the chairman are asking is, does TCS make a good faith effort to fill in open positions with Americans before filing H-1B petitions? And I've also asked for explanations in detail. So clearly, this is a heightening of this matter. This missive has been shot off to the CEO